അയ്യ വണക്കം. പേരാമ്പ്രയിൽ വടകര എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിലിൻ്റെ മൂക്കിടിച്ചു പരത്തി എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ. കഴിഞ്ഞ ദിവസം രാത്രി തലങ്ങും വിലങ്ങും പേരാമ്പ്ര ടൗണിലൂടെ ഓടി നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ പേരാമ്പ്ര CKGM എന്ന് പറയുന്ന കോളേജ്, ആ കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഘർഷം. ആ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഷോ കാണിക്കാനായിട്ട് പുറത്തിറങ്ങുകയും പോലീസ് വന്ന് അച്ചം പുച്ചം അടിച്ച് അതിനുശേഷം ഷാഫി പറമ്പിലിനെ അടിച്ച് ഇടിച്ച് കാടിച്ച് പറിച്ച് എന്നൊക്കെ പറഞ്ഞ് ഷാഫി പറമ്പിലിൻ്റെ മൂക്കിൽ നിന്ന് ചോര കുടുകൂടാ ഒലിക്കുന്നു. ഷാഫി പറമ്പിലിനെ എന്ത് ചെയ്യുന്നു? ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കുന്നു. ഉടനെ തന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടൻ അടക്കമുള്ള പല നേതാക്കളും വലിയ രീതിയിൽ സട്ടക്കുട്ടൻ എഴുന്നേക്കുന്നു. നല്ലൊരു അവസരമാണല്ലോ, സ്കോർ ചെയ്യാമല്ലോ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇടുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവർത്തനം ഫേസ്ബുക്കിലൊക്കെ മാത്രമേ ഉള്ളൂ, പുള്ളി പുറത്തൊന്നും അധികം കാണാറില്ല എന്നുള്ളതാണ്. ഇടയ്ക്ക് നിയമസഭയിൽ വന്നല്ലോ, താടിയും മുടിയൊക്കെ വളർത്തി ഒരു വൈരാഗിയെ ഗൃഹസ്ഥാശ്രമിയാക്കിയതുപോലെ പുള്ളിക്കാരൻ ഇങ്ങനെ വന്നിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഷാഫി പറമ്പിലിന് കാണാൻ വരുന്ന ആൾക്കാർ സിദ്ദിഖ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, സിദ്ദിഖ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പല പല സ്ഥലത്തു നിന്നും കോളുകൾ വരുന്നു, പല പല സ്ഥലത്തു നിന്നും ഷാഫി പറമ്പിലിന് പിന്തുണ വരുന്നു, ഐക്യപ്പെടൽ വരുന്നു. അങ്ങനെ ഷാഫി പറമ്പിലിന് വലിയ രീതിയിലുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പല ആൾക്കാരും രംഗത്തെത്തുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിൻ്റെ ഇടയിൽ പോലീസ് പറഞ്ഞത് പോലീസ് ഒന്നും ചെയ്തിട്ടില്ല, ഇത് വേറെ എന്തോ കൊണ്ടാണ് ഈ മൂക്ക് ഇടിച്ച്, വേറെ ആരുമാണ് ഈ മൂക്ക് ഇടിച്ച് പരത്തിയത്, പോലീസല്ല ഇത് ചെയ്തത്. ഇത് കേട്ടതും കമ്മിക്കുട്ടികൾ എന്ത് ചെയ്തു? കമ്മിക്കുട്ടികൾ പഴയ മഷിക്കുപ്പി രാഷ്ട്രീയം ഒന്നും നിനക്ക് നിർത്താറായില്ലേടേ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പഴയ മഷിക്കുപ്പി രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാർ നമ്മുടെ ഗണേഷ് കുമാർ ഒരു കഥ പറയുമായിരുന്നല്ലോ, അതായത് കരുണാകരൻ്റെ കാലത്ത് കരുണാകരൻ എന്ന് പറയുന്ന ആളുമായിട്ട് എനിക്ക് ഭയങ്കര ബന്ധമാണെന്ന് കാണിക്കാനായിട്ട് ഈ ഏത്തപ്പഴം എടുത്ത് മുണ്ടിൻ്റെ ഇടയിൽ തിരികെ വെച്ചുകൊണ്ട് നേരെ കരുണാകരൻ്റെ വീട്ടിനകത്തോട്ട് കയറിപ്പോവും. പുറത്ത് ഈ പത്രപ്രവർത്തകരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ പേനയൊക്കെ ആയിട്ട്. അങ്ങനെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ അകത്ത് പോയിട്ട് ഈ മുണ്ടിൻ്റെ ഇടയിൽ നിന്ന് ഏത്തപ്പഴം എടുത്ത് അത് ഇങ്ങനെ തൊലി ഒഴിച്ചിട്ട് കഴിച്ചുകൊണ്ട് ഒന്ന് ചിരിയൊക്കെ ചിരിച്ച് കരുണാകരൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഈ നേതാക്കൾ ഇങ്ങനെ ഇറക്കി വരും. അതായത് അണികളോ നേതാക്കളോ ഇങ്ങനെ ഇറങ്ങി വരും. ഇങ്ങനെ ഇറങ്ങി വരുന്ന സാഹചര്യത്തിൽ ഈ പത്രക്കാർ വിചാരിക്കും, കരുണാകരൻ ലീഡറിൻ്റെ അടുക്കളയിൽ പോയി പഴം എടുത്ത് തൊലി ഒഴിച്ച് തിന്നുകൊണ്ടാണ് അവ ഇറങ്ങി വരുന്നത്. മാസട, അത്രയ്ക്ക് ലീഡറുമായിട്ട് ഭയങ്കര അടുപ്പമാണോ? പിന്നെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പമല്ലേ എന്നൊക്കെ പറയാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ ഇത് കോൺഗ്രസ്സുകാരുടെ ഒരു സിജൻ ടെക്നിക്കാണ്. ആ ടെക്നിക്ക് ഈ മഷിക്കുപ്പി രാഷ്ട്രീയം വരെ എത്തി നിൽക്കുന്നു. അതായത് ഇവർ ഈ സമരത്തിനൊക്കെ പോകുമ്പോൾ മഷിക്കുപ്പിയും കൊണ്ടുപോകും. മഷിക്കുപ്പി എന്ന് പറയുന്ന സാധനം നല്ല റെഡ് മഷിയായിരിക്കും. ആ മഷി തുറന്ന് അവിടെ ഇവിടെയൊക്കെ ഒഴിച്ചിട്ട് എന്നെ ഇടിച്ച് കടിച്ച് പറിച്ച് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവരുടെ സെറ്റപ്പ് എന്നാണ് കമ്മിക്കുട്ടന്മാർ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ നല്ല അടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അടിച്ച് കോൺഗ്രസ് പ്രവർത്തകൻ്റെ കണ്ണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ടങ്സ്റ്റൻ്റെ ബൾബില്ലേ, ആ ബൾബ് പോലും ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുകയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ദൃശ്യങ്ങളൊന്നും കാണിക്കാൻ സാധിക്കില്ല, അത് യൂട്യൂബ് വയലേഷൻസ് ആണെന്നുള്ളതുകൊണ്ട് ഒന്നും കാണിക്കാത്തതും. ഷാഫി പറമ്പിലിൻ്റെ മൂക്കിൽ നിന്ന് ചോര വരുന്നു, അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടാക്കുന്നു. പക്ഷേ നമ്മുടെ വിഷയം അതൊന്നുമല്ല. ഇതൊന്നും അറിയാതെ, ആരുടെയും പിന്തുണ കിട്ടാതെ, ഒരു സീറ്റിന് വേണ്ടി ദാഹിച്ച് കൊതിച്ച് മോഹിച്ച് ഇപ്പോൾ ജയിലിൽ റിമാൻഡിൽ കിടക്കുകയാണ് നമ്മുടെ പാവം സന്ദീപണ്ണൻ. ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോടെ നീയൊക്കെ? നിനക്കൊക്കെ വേണ്ടി ജീവൻ പോലും തൃണവൽഗണിക്കാനായിട്ട് അദ്ദേഹം തയ്യാറായി നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഏത് കോൺഗ്രസ് പ്രവർത്തകൻ കാണിക്കൂടെ ഇമാതിരി പ്രവർത്തനങ്ങളും? എന്തൊരു ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. BJP എന്ന് പറയുന്ന പാർട്ടിയിലുണ്ടായിരുന്നപ്പോൾ ഷർട്ട് ചുളിഞ്ഞോ അല്ലെങ്കിൽ മുണ്ട് ഒന്ന് അതിലൊരു ചുളിവ് വീണോ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. കുനിഞ്ഞു നിന്നും ഒരു പണിയെടുത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ആ അദ്ദേഹമാണിപ്പോൾ മുക്കിന് മുസ്ലിം മത നേതാക്കളെ പോയി കണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, അവരെ തൻ്റെ അടുത്തേക്ക് വലിച്ചടുപ്പിക്കാനായിട്ട് ശ്രമം നടത്തുന്ന ഒരു പക്കാ കോൺഗ്രസ്സുകാരനിലേക്കുള്ള ഒരു പരകായ പ്രവേശം അദ്ദേഹം കാണിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇത്രയും കാലം BJPയിൽ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലം സംഘത്തിന് കൊടുക്കാൻ വച്ചിരിക്കുന്ന സ്ഥലമാണ്. സംഘം പോട്ടുമില്ലെന്ന് പറഞ്ഞപ്പോൾ ആ സ്ഥലമെടുത്ത് നിങ്ങൾക്ക് തന്ന പാവം മനുഷ്യനെ നിങ്ങൾ മറക്കരുത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ദൈവം നിങ്ങളോട് പൊറുക്കില്ല. നീയൊക്കെ പുഴുത്ത് ചാവും എന്ന് മാത്രമേ എനിക്ക് നിന്നോടൊക്കെ പറയാനുള്ളൂ. കാരണം ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരു മനുഷ്യൻ മുക്കിന് BJPയെ തെറി പറഞ്ഞ് ലൈം ലൈറ്റിൽ നിൽക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അദ്ദേഹത്തെ ലൈം ലൈറ്റിൽ കൊണ്ടുവരാത്തത് കൊണ്ടല്ലേ? അതുകൊണ്ടാണ് നിരന്തരം അദ്ദേഹം BJPയെ തെറി പറഞ്ഞ് ലൈം ലൈറ്റിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ലൈം ലൈറ്റിലോട്ട് കൊണ്ടുവരണം. അദ്ദേഹത്തെ ലൈം ലൈറ്റിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് അറിയപ്പെടുന്ന, വലിയ ഗുണമൊന്നുമില്ലെങ്കിലും അറിയപ്പെടുന്ന എന്തെങ്കിലും പദവികൾ അദ്ദേഹത്തിന് കൊടുക്കണം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടമൊന്നും ഇല്ലല്ലോ. അപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റൊക്കെ ആക്കിയാൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഗുമ്മായിരിക്കും എന്നുള്ളതാണ്. ഇവിടെയുള്ള സംഘപരിവാർ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സംഘപരിവാർ അണികൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിലപാടില്ലാത്തവൻ,
പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി അങ്ങോട്ടുള്ള പല പല പദപ്രയോഗങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ സംഘപരിവാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതേ ഷാഫി പറമ്പിൻ്റെ മുഖമടക്കം അദ്ദേഹം ഒരു തൂവാലെടുത്ത് തുടച്ചൊക്കെ കൊടുക്കുന്നൊരു സാഹചര്യം. ആ ഒരു വിഷ്വലൊക്കെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ അദ്ദേഹത്തോട് എന്താണ് ചെയ്തത്? ഈ പത്തനംതിട്ടയിൽ ഒരു വിശ്വാസ സംഗമം നടന്നു. ആ വിശ്വാസ സംഗമത്തിൽ സന്ദീപ് വാര്യരുടെ ഒരു പേര് പോലും അവിടെ രമേശ് ചെന്നിത്തല വന്ന് പറഞ്ഞില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാതൃഭൂമി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, 1000 കോൺഗ്രസ് പ്രവർത്തകർ വന്നു, 1000 എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിഷ്വൽസ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. അപ്പം നമുക്കറിയാം 1000 ആണോ കുന്നംകുളം ആണെന്ന്. അപ്പോൾ അത്രയും ആൾക്കാരവിടെ വന്നു. അത്രയും ആൾക്കാരവിടെ വന്നിട്ട് അത്രയും ആൾക്കാരുടെ പല പല കാര്യങ്ങളും രമേശ് ചെന്നിത്തല എടുത്തു പറഞ്ഞ് തിരിച്ചു വന്ന് സദസ്സിൽ നിന്ന് ആൾ പിരിഞ്ഞു പോയപ്പോൾ രമേശ് ചെന്നിത്തല നൈസായിട്ട് വന്ന് ജയിലിൽ കിടക്കുന്നവർക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞു പോയി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്ത് നിലപാടാണിത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഫഹദ് ഫാസിൽ ആ സിനിമയിൽ ചോദിക്കുമ്പോൾ എന്നെ പഴക്കം ഉണ്ടായത് അണ്ണാ, എന്നെ പഴക്കം ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല അണ്ണാ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത്. ആ പാവം മനുഷ്യൻ എങ്ങനെയെങ്കിലും ഒരു MLA സീറ്റ് എവിടെയെങ്കിലും ഒന്ന് ഒപ്പിച്ച് അദ്ദേഹം ഒന്ന് ജയിച്ചോട്ടെ, അദ്ദേഹം ഒന്ന് ജയിച്ച് അദ്ദേഹം ഒന്ന് ഒരു MLA ആയിക്കോട്ടെ. അല്ലെങ്കിൽ മാനം പോകുന്ന കേസാണ്. ഇനി തിരിച്ച് BJP വന്നാൽ BJP എടുക്കില്ല. അദ്ദേഹം പോയിരിക്കുന്നത് കോൺഗ്രസ്സിലേക്കാണ്. അത് എഴുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് എങ്ങനെ പോയിരിക്കുകയാണ് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അപ്പോൾ കോൺഗ്രസ്സിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞല്ലോ. തുടക്കത്തിൽ ഒരു ഹണിമൂൺ പീരീഡൊക്കെ ഉണ്ടാകും. പുതിയ ഒരാളല്ലേ, അവർ ഹണിമൂൺ പീരീഡ് ഉണ്ട്. പക്ഷേ CPMലേക്കാണ് പോയിരുന്നതെങ്കിൽ പാർട്ടി ജീവൻ കൊടുത്തും അങ്ങേരെ സംരക്ഷിച്ചേനെ എന്ന് എനിക്കൊരു തോന്നൽ ഇവിടെയും ഉണ്ട്. കാരണം CPM എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. സന്ദീപ് വാര്യർ സംഘപരിവാറിനെതിരെ അടിക്കാൻ പറ്റിയ നല്ലൊരു വടിയാണെന്നും കുത്തിമറിച്ചിടാൻ പറ്റിയ നല്ലൊരു ഉണക്കത്തങ്ങാണെന്നും CPMന് നല്ലതുപോലെ അറിയാം. എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ജീവിക്കാൻ വകയുള്ളത് കൊടുത്തേനെ, ആ ജീവനാന്ത പെൻഷന് വാങ്ങിച്ചു കൊടുത്ത് ഇരിയടാ മോനെ എന്ന് അവിടെ പറഞ്ഞേനെ CPM. അപ്പോൾ അതുപോലെ നിങ്ങളാവണം. അദ്ദേഹം സ്വന്തം പ്രസ്ഥാനത്തെ ജീവനെപ്പോലെ കണ്ട സ്വന്തം പ്രസ്ഥാനത്തെ തൃണവൽഗണിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്ന് ആ പ്രസ്ഥാനത്തിൻ്റെ പല പല ചേഷ്ടകളും ആക്ഷൻസും പല മാനറിസംസും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ബോഡി ഷേപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല കാര്യങ്ങളിലും ഇടപെടുമ്പോൾ ഹിന്ദുത്വം ഇങ്ങനെ തെവിട്ടി വരുന്നുണ്ട് അദ്ദേഹത്തിൽ. പക്ഷേ അദ്ദേഹം അതൊക്കെ മാക്സിമം മറികടക്കാനായി, അതിനെ ബാലൻസ് ചെയ്യാനും അതിനെ ഇകഴ്ത്താനുമായി മാക്സിമം അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണത് ചെയ്യുന്നത്, നിങ്ങൾ ആലോചിച്ചോളൂ, നിങ്ങൾക്ക് വേണ്ടി മാത്രം. അപ്പോൾ അങ്ങനെ അദ്ദേഹം ചെയ്യുമ്പോൾ ഈ തൃശ്ശൂരിലെ DCC നേതാക്കളെല്ലാം കൂടെ ചേർന്ന് എന്താണ് പറഞ്ഞത്? യവനെ ഇതിനകത്ത് കയറ്റി കഴിഞ്ഞാൽ കയ്യും കാലും വെട്ടി തോട്ടിലെറിയുന്നു. ഇതൊക്കെ എന്ത് നിലപാടാണ്? ഇനി ഇങ്ങോട്ടേക്ക് തൃശ്ശൂരിലേക്ക് സന്ദീപ് വാര്യർ വരേണ്ട. കാരണം സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുകയാണ്? സ്വന്തമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയാണ്. ഇതുകൊള്ളാം. ഇവിടെ കട്ടബൊമ്മ മുതൽ കുട്ടിച്ചാത്തം വരെ ഈ പാർട്ടിക്കകത്തുണ്ട്. അപ്പോഴാണ് ഇവിടെ പുതിയൊരു വേട്ടാവളിയെ വന്നിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത്. അത് സുരേന്ദ്രന് എതിരെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത്. ലൈം ലൈറ്റിൽ നിൽക്കാനുള്ളൊരു തത്രപ്പാടാണ് അദ്ദേഹത്തിന്. അരിമേടിക്കാനുള്ളൊരു വകുപ്പ് നിങ്ങൾ ചെയ്ത് കൊടുക്കണം. പാവം മനുഷ്യനാണ്, ഇപ്പോൾ ഒന്നും അറിയാതെ ജയിലിൽ കിടക്കുകയാണ്. പ്ലീസ്, ഇത് എൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് നിങ്ങൾ കണക്കിലെടുത്ത് അദ്ദേഹത്തെ കാര്യമായിട്ടൊന്ന് പരിഗണിക്കണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അദ്ദേഹം ഇപ്പോഴും ജയിലിലാണ്. അദ്ദേഹം ഇടയ്ക്ക് ഒരു പീഡന കേസൊക്കെ കൊണ്ടുവന്നിരുന്നു. ആ പീഡന കേസും യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു ഗർഭം കലക്കിയ ഇതിൽ നിന്നും ആ ഒരു വാർത്തയിൽ നിന്നും വഴിതിരിച്ചു വിടാനുള്ള ഒരു സെറ്റപ്പിലേക്കാണ് അദ്ദേഹം കൊണ്ടുപോയത്. പക്ഷേ ആ പീഡന കേസ് അതിലും വലിയൊരു ഗർഭം കലക്കിയായി മാറി കലങ്ങിപ്പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും നൽകാൻ മടിയില്ലാത്ത ആ മനുഷ്യനെ നിങ്ങൾ കൈവിട്ടാൽ കോൺഗ്രസ്സുകാരെ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളോട് കൂടുതലൊന്നും പറയാനില്ല. ശരി.